ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 1 ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം പുരുഭവനപുരാധീശമേവാശ്രയാമാ. ഏവം ദുർലഭ്യവസ്തുന്യപി ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് യത് അന്യത് തന്വാവാചാദിയാ വാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു താവത് വയം തു താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ഗുരുഭവനപുരാധീശം ഏവ ആശ്രയാമാ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ദുർലഭ്യവസ്തുനി അഭി. ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണ് എങ്കിലും, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും സദൃശ്യമായിട്ട് മറ്റൊന്നില്ലാത്തതും കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും സുഖദുഃഖാദികളുടെ സംബന്ധം, അതായത് മായാബന്ധം ഒട്ടുമില്ലാത്തതും അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെട്ടതും എന്നാലും സ്പഷ്ടമല്ലാത്തതും പക്ഷെ ഒന്ന് കണ്ടാൽ തന്നെ അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ആ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. അഹോ ആളുകളുടെ ഭാഗ്യം എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ വിവരിച്ച ബ്രഹ്മം, ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണ് എങ്കിലും അതാണ് ദുർലഭ്യ വസ്തുനി അഭി. ഏവം സുലഭതയാ, ഇങ്ങനെ സുലഭമായിട്ട് ഹസ്തലബ്ധേ കയ്യിൽ കിട്ടിയിരിക്കെ ജനഹ ആളുകൾ അന്യത് വേറെ വല്ലതിനെയും തന്വാവാച ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ദിയാവ ബുദ്ധി കൊണ്ടോ ഭജതി യത് ഹിയം ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് ക്ഷുദ്രതായവ സ്ഫുടമായ അല്ലെങ്കിൽ സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഏതേ വയം തു താവത്, ഈ നാമമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസ്ഥൈര്യത്തോടെ വിശ്വപീഡാവഹത്യേ സമസ്ത പീഡകളുടെയും അറുതിക്കായിക്കൊണ്ട് നിശേഷാത്മാനം ഏനം സർവാത്മാവായ ഈ ഗുരുഭവനപുരാധീശം ഗുരുവായൂരപ്പനെ തന്നെ ഗുരുഭവനപുരാധീശം ഏവ ആശ്രയിച്ചുകൊള്ളുന്നു. ഈ ബ്രഹ്മം ദുർലഭമായൊരു വസ്തുവാണ് എങ്കിലും ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഈ നാമമാകട്ടെ ഇപ്പോൾ മനസ്ഥൈര്യത്തോടെ സമസ്ത പീഡകളുടെയും മർദ്ദിക്കായിക്കൊണ്ട് സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു, അതായത് ഭട്ടതിരിപ്പാട് ആശ്രയിച്ചു കൊള്ളുന്നു എന്ന് സാരം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമാ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടേയം.
ഏതേ താവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമീവാശ്രയാമ ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ അസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.